ജൂൺ 9-ന് മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം വാർഷികമാണ്. NDA സർക്കാരിന്റെ 11ാം വാർഷിക ആഘോഷം വർണ്ണാഭമാക്കുകയാണ് മുന്നണി. ഭാരതീയ ജനതാ പാർട്ടി നിരവധി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ ശാക്തീകരിക്കുന്നു കഠിന പ്രയത്നം നടത്തിയെന്നും ആ ശ്രമങ്ങൾ വിജയം കണ്ടും എന്നാണ് പാർട്ടിയും മുന്നണിയും അവകാശപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘടകങ്ങൾ സുപ്രധാനമാണ്. ഒന്ന് ജനസംഖ്യ, പ്രത്യേകിച്ച് യുവാക്കളുടെ ജനസംഖ്യ. നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്ത്യയിലാണ്. ജനാധിപത്യമാണ് രണ്ടാമത്തേത്. അതായത് എല്ലാ വിഭാഗങ്ങൾക്കും അർഹിക്കുന്ന അവസരങ്ങൾ ലഭ്യമാക്കുന്ന ജനാധിപത്യ സംവിധാനം. യുവാക്കൾക്ക് അർഹമായ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നു. പ്രയത്നം ഫലം കണ്ടുവെന്നും അത് പ്രകടമാണ് എന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറയുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അക്കൗണ്ടുകളിലെ വൻ വർധന ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത് കൂടുതൽ തൊഴിലവസരങ്ങളുടെ തെളിവാണ്. 2020 ഏപ്രിൽ മുതലുള്ള കണക്കുകൾ നോക്കിയാൽ 18-നും 28 വയസ്സിനും ഇടയിലുള്ള 3.45 കോടിയിലധികം യുവാക്കൾ അധികമായി EPFOയിൽ ചേർന്നു. ഇന്ത്യയെ ആകർഷണീയമായ ഒരു നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നിരന്തരമായിരുന്നു. ആഭ്യന്തര ഉത്പാദനം വർദ്ധിച്ചു. ഉത്പാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികളാണ് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായത്. 10 ലക്ഷം ജോലികൾക്കായുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ്, റോസ്ഗാർ മേള ആ വഴിയിൽ നിർണായകമായിരുന്നു. വൈറ്റ് കോളർ നിയമനത്തിന്റെ പ്രധാന ബാരോമീറ്ററായ നൌകരി ജോബ് സ്പീക്ക് സൂചിക 2022 ഏപ്രിലിൽ 2878 പോയിന്റുകളിൽ എത്തി. 2021 ഏപ്രിലിൽ നിന്ന് 39% വളർച്ച രേഖപ്പെടുത്തി. സ്കിൽ ലെവൽ 6-ന് മുകളിലുള്ള നൈപുണ്യ നിലവാരത്തിനായി 40 ക്വാളിഫിക്കേഷൻ പാക്കുകൾ സെക്ടർ സ്കിൽ കൗൺസിൽ രൂപം നൽകി. നൈപുണ്യ വികസനം യാഥാർത്ഥ്യമാക്കി. ട്രിച്ചി, റാണിപ്പേട്ട്, ഹരിദ്വാർ, ഭോപ്പാൽ, ഝാൻസി, വാരണാസി എന്നിവിടങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങൾ വഴി WRIയുടെ കീഴിലുള്ള CEFC ഇതുവരെ 8143 പേർക്ക് സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകി. അഗ്നിപത് പദ്ധതി പ്രകാരം യുവാക്കൾക്ക് സായുധസേനയിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരം ലഭിച്ചു. പദ്ധതി സായുധസേനയിൽ യുവാക്കളുടെ ആവേശവും ഉത്സാഹവും വർദ്ധിപ്പിച്ചു. അതേസമയം കൂടുതൽ സാങ്കേതിക പരിജ്ഞാനമുള്ള സേനയിലേക്കുള്ള പരിവർത്തനം കൂടി സാധ്യമായി. തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ മാത്രമല്ല സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. റിസ്ക് എടുക്കാൻ വിമുഖത കാണിച്ചവർ, മാസം തോറും ശമ്പളം കിട്ടുന്ന ജോലിയാണ് അഭികാമ്യം എന്ന് കരുതിയവർ എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങി. അതിനനുകൂലമായ അന്തരീക്ഷം സർക്കാർ സംജാതമാക്കി. സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മോദി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടിയിലൂടെ നിരവധി ആനുകൂല്യങ്ങൾ നൽകി. നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. നിയമപരമായ ബാധ്യതകളുടെ ഭാരം കുറച്ചു. 2017 മുതൽ 2024 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ DPIIT അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ചത് 4.8 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളാണ്. ഇതെല്ലാം നേരിട്ടുള്ള തൊഴിലവസരങ്ങളാണ് എന്നതുകൂടി ഓർക്കണം. മോദി സർക്കാരിൻ്റെ 11 വർഷങ്ങൾ പ്രതിബദ്ധതയിൽ നിന്ന് നേട്ടത്തിലേക്കുള്ള പ്രയാണമായിരുന്നു എന്ന അവകാശവാദത്തിന് കരുത്തു പകരുന്നതാണ് കണക്കുകൾ. കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന പദ്ധതികളിൽ 100% പങ്കാളിത്തം ഉറപ്പാക്കാൻ നിയമസഭാ അംഗങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും ഒരുമിച്ച് രംഗത്തിറങ്ങി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.